വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യായ സമരം സാർ, മറ്റു ഇഷ്ടാദികളെ, ഡോക്ടർ രാജഗോപാൽ, വേദിയിൽ ഉപസ്ഥായിരിക്കുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ തികച്ചും ആകസ്മികമായാണ് ഞാനിവിടെ എത്തിപ്പെട്ടതും ഇവിടെ എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടതും. ഞാൻ ISROയിൽ വർക്ക് ചെയ്യുന്നെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതിഭയാണെന്ന് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ സാർ ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഇങ്ങനെയുള്ള സോമരാജ് സാറിന് ഒപ്പം ഇരുന്ന് വേദി പങ്കിടാൻ പറ്റുമെന്ന് ഒട്ടുമേ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് സോമരാജ് സാറാണ് ചീഫ് ഗസ്റ്റ് അറിഞ്ഞത് തന്നെ. പക്ഷെ അതിലെനിക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. ഈ സോമരാജ് സാർ പറഞ്ഞ പോലെ ഞാനും കൊല്ലം ജില്ലക്കാരനാണ്. എൻ്റെ അച്ഛൻ വളരെ നാളായിട്ട് ഗാന്ധി ഭവനുമായിട്ട് അസോസിയേറ്റ് പ്രവർത്തിച്ചിരുന്നു. അച്ഛൻ്റെ മരണശേഷവും ഞങ്ങൾ 10 വർഷത്തോളം എല്ലാ വർഷവും അച്ഛൻ്റെ ചടങ്ങുകൾ നടത്തിയിരുന്ന അതിനനുബന്ധിച്ചുള്ള ചെലവുകളെല്ലാം നമ്മൾ ഗാന്ധി ഭവനിൽ തന്നെ നേരിട്ട് പോയി, അമ്മ ഉൾപ്പെടെ നമ്മൾ പോയി നേരിട്ട് കൊടുത്ത്, അങ്ങനെ നല്ലൊരു അസോസിയേഷൻ എനിക്ക് സോമരാജ് സാറായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. എന്നിരുന്നാലും ആ ബന്ധം ഇപ്പോഴും വേറെ വല്ല രീതിയിലായിട്ട് ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സോമരാജ് സാറിനോടൊപ്പം ഒരു വേദി പങ്കിടാൻ പറ്റിയ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ ചാരിറ്റിയെക്കുറിച്ചും അതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ചും ഓൾറെഡി സോമരാജ് സാറും നല്ല രീതിയിൽ ഒരു അറിവ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പിന്നെ ശ്രീ സാറും ഇപ്പോൾ ലയൺസിൻ്റെ സർവീസ് മോട്ടോ ആയിട്ട് എടുത്തിട്ടുള്ള ലയൺസ് ക്ലബിൻ്റെ അനിൽ സാറും എല്ലാ രീതിയും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു ദീർഘമായൊരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തേണ്ടതില്ല. ഞാൻ അവസാനിക്കുന്ന 1-2 വാക്ക് നമ്മൾ ഐക്യറിനെ കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐക്യർ എന്ന് പറയുന്ന സംഘടനകൾ ISROയിൽ നമ്മുടെ അവിടെയുള്ള എംപ്ലോയീസിനായിട്ട് പല പല ഓർഗനൈസേഷൻ ഇന്റേണൽ കുറേ മൂവ്മെന്റ്സ് ഉണ്ട്, അവർ തമ്മിൽ സഹായിക്കാനല്ല. പക്ഷെ എന്നാൽ 2018 നമ്മൾ കേരളത്തിൽ വലിയ പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ അവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ ഒത്തൊരുമയോടുകൂടി ഒരു രൂപപ്പെട്ട ഒരു സംഘടനയാണ് ഐക്യർ എന്ന് പറഞ്ഞത്. അത് ISRO കെയർ, ഐക്യർ എന്നാണ് ചുരുക്കപ്പേര് അറിയപ്പെടുന്നു. അന്ന് നമ്മൾ പ്രളയത്തിന് സഹായത്തിനായിട്ട് പലരുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായും പല സാധനങ്ങൾ വഴിയും നല്ലൊരു കളക്ഷൻ എടുത്തിട്ട് അങ്ങനെ കേരളത്തിലുടനീളം നമ്മൾ അങ്ങനെ സഹായിച്ചു. അതിന്റെ തുടർ പ്രവർത്തനങ്ങളോട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ ഇന്റേണലി നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രകാരമാണ് ഐക്യർ എന്ന സംഘടന അൺഒഫീഷ്യൽ ആണെങ്കിൽ കൂടി നമ്മളൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ചെറിയൊരു ട്രസ്റ്റ് ടീം, ഒരു 17 മെമ്പർ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ടീം, ബേസിക്കലി നമ്മുടെ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ISRO ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് മാത്രമാണ് ഇതിലെ മെമ്പേഴ്സ്. നമ്മുടെ എംപ്ലോയീസിൽ നിന്നും അവർ വോളണ്ടറി ആയിട്ട് തരുന്ന എമൗണ്ട് അല്ലെ ഒരു തുക നമ്മൾ എല്ലാ മാസവും ഈ പുറത്തുള്ള ISROയ്ക്ക് പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും RCC, ജനറൽ ഹോസ്പിറ്റൽ, അവിടെ നിന്നെല്ലാം കിട്ടുന്ന പല പല ഈ കേസുകൾ, പലരും മെഡിസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറിക്ക് വേണ്ടി പൈസ, അങ്ങനെയുള്ള പല ഡിമാൻഡ്സ് വരുമ്പോൾ നമ്മളൊരു കമ്മിറ്റി ട്രസ്റ്റ് കൂടി എല്ലാ മാസവും മന്ത്ലി മീറ്റിംഗ് നടത്തി അതിനകത്തുള്ള ജെന്യൂനിറ്റി എൻഷുർ ചെയ്തിട്ട്, അതായത് റിയലി നീഡാണെന്ന് കൺഫേം ചെയ്യുന്ന കേസുകൾ മാത്രം ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാസാമാസം ഏകദേശം എല്ലാ മാസവും ഏകദേശം 1 ലക്ഷത്തിനടുത്ത് രൂപ നമ്മളിങ്ങനെ പലർക്കായിട്ട് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളിൽ പറഞ്ഞപ്പോൾ സമര സാർ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് അന്ന് നമ്മൾ പല കേസുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു ദിവസം RCC ഉള്ളിലോ അല്ലെ ഒരു ദിവസം ശ്രീധരയിലോ പോയി ഉള്ളിൽ നിന്നാൽ അറിയാൻ പറ്റും നമ്മുടെ ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ എത്രമാത്രമാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്നുള്ളത്. അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ ഇടപെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ചാരിറ്റി അല്ലെങ്കിൽ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉള്ളിൽ വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോഴും ആ സംഘടന മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സിംകറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. സോഫ്റ്റ്വെയർ ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പായി വരുന്നു. അപ്പൊ അത് നേരത്തെ ഷിജു സാറും സോന സാറും പറഞ്ഞ പോലെ റിയലി നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ എത്തണം എന്നുള്ളത് എൻഷുർ ചെയ്തുകൊണ്ട് നല്ല ഇന്നത്തെ ആപ്ലിക്കേഷൻ നല്ല ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി ആ രീതിയിൽ ഉപയോഗിച്ച് നല്ലൊരു ആപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് മാക്സിമം യൂസേഴ്സും നാഷണൽ അല്ല ഗ്ലോബൽ ലെവലിൽ തന്നെ വലിയ രീതിയിൽ നെറ്റ്വർക്ക് ഉണ്ടായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ഡെവലപ്പേഴ്സിനും എന്നെ സൂരജ് സാറിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടെ ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.